our.tour.1961 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് ലക്നൌവിലുള്ള റൂമി ഗേറ്റ് ആണ്. നവാബ് ദൗളയാണ് ഇത് പണി കഴിപ്പിച്ചത്. പിന്നീട് ഞങ്ങൾ പോയത് ബഡാ ഇമാമും ചോട്ടാ ഇമാമും കാണാനാണ്. ഈ കാണുന്നത് ചോട്ടാ ഇമാമാണ്. ചോട്ടാ ഇമാംബാര വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഇതിനെ ഹുസൈനാബാദ് ഇമാംബാര എന്നും വിളിക്കുന്നു. 1838 മുഹമ്മദ് അലി ഷാ ആണ് ഇത് നിർമ്മിച്ചത്. ചോട്ടാ ഇമാംബാരയുടെ കവാടത്തിൽ 2 മത്സ്യരൂപങ്ങളുണ്ട്. ഇവ ഔദ് രാജകുടുംബത്തിൻ്റെ ചിഹ്നമാണ്. പണ്ടുകാലത്ത് രാജകീയമായ കാര്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഈ ചിഹ്നം ഉപയോഗിച്ചിരുന്നു. ഈ ചിറകുള്ള മത്സ്യങ്ങളെ മഹി മറാത്തിബ് എന്നാണ് വിളിക്കുന്നത്. ചോട്ടാ ഇമാംബാര പള്ളിയും അതിൻ്റെ കവാടവും എല്ലാം വളരെ ഭംഗിയുള്ളതാണ്. ഇതിനടുത്താണ് ബഡാ ഇമാംബാര പള്ളിയും ഉള്ളത്. ഈ ഇമാംബാരയ്ക്ക് പുറത്തായുള്ള റോഡുകളെല്ലാം ബ്രിട്ടീഷ് ശൈലിയിലുള്ള റോഡുകളാണ്. യൂറോപ്പിലേതുപോലെ കല്ലുപാകിയ റോഡുകളാണ് ഇവിടെ. ഇമാംബാരയ്ക്ക് ഇരുവശമായി വലിയൊരു മാർക്കറ്റും ഉണ്ട്. രാത്രിയാവുമ്പോഴേക്കും ഈ മാർക്കറ്റ് വളരെയധികം സജീവമാകും. പിന്നീട് ഞങ്ങൾ പോയത് അതിനടുത്തുള്ള അംബേദ്കർ പാർക്ക് കാണാനാണ്. ഗോമതി നദിയുടെ തീരത്താണ് അംബേദ്കർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വളരെ വിശാലമായിട്ടുള്ളൊരു സ്ഥലത്ത് പണി ചെയ്തിട്ടുള്ള പാർക്കാണ് അംബേദ്കർ പാർക്ക്. തണുപ്പ് ഏകദേശം ഒരു 10-12 ഡിഗ്രി ആയിരുന്നു. ഇത് ഗോമതി റിവറാണ്. ഈ നദിയും നദിയുടെ ഇരുവശങ്ങളും വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. അതിനടുത്തായി മറ്റൊരു പാർക്കും കൂടിയുണ്ട്. സായാഹ്നങ്ങൾ ചിലവിടാൻ നല്ലൊരിടം. കുറേ നേരം ഞങ്ങൾ ആ പ്രദേശത്തെല്ലാം കറങ്ങി നടന്നു. പാർക്കിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചൂടുകടലയും പൊരിയും മറ്റും വിൽക്കുന്ന കുറച്ച് കച്ചവടക്കാർ ഉണ്ടായിരുന്നു അതിനുള്ളിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.